വാഴുക വാഴുകമ്മേ വാഴുക വാഴുകമ്മേ വാഴുക വാഴുകമ്മേ നിറബോധി വാഴുകമ്മേ കിഴക്കൂതാന്റെ ഉദിവാരം വാഴുകമ്മേ വാഴുക വാഴുകമ്മേ നിറബോധി വാഴുകമ്മേ പടിഞ്ഞാറു തൻ്റൊരു അസ്തമായം വാഴുകമ്മേ വാഴുക വാഴുക നറബോധി വാഴുകമ്മേ തെക്കു തൻ്റൊരു തിരുപാടം വാഴുകമ്മേ വാഴുക വാഴുകമ്മേ നറബോധി വാഴുകമ്മേ വടക്കൂ തൻ്റൊരു വാവണ്ടാർ വേലിക്കല്ലും വാഴുക വാഴുക വാഴുകമ്മേ നറബോധി വാഴുകമ്മേ നാലു ദിക്കും 42 കോടി വാഴുക വാഴുക വാഴുകമ്മേ നറബോധി വാഴുകമ്മേ 8 ദിക്കും 80 കോടി വാഴുകമ്മേ വാഴുക വാഴുകമ്മേ നറബോധി വാഴുകമ്മേ. ഇതാണ് ഇതിന്റെ മുഖഭാരം. ഇത് കാർന്നുമാരായിട്ട് കൊണ്ടുവന്ന് ആചാരകർമ്മസ്ഥാനത്തിൽ കൊണ്ടുവന്നാണ് ഒരു കലയല്ല, ഒരു ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോ മുതുമുത്തച്ഛന്മാരൊക്കെ ഇതിങ്ങനെ നല്ല നല്ല രീതിയിൽ കൊണ്ടു നടന്നിരുന്നു. അത് കേട്ട് ഞങ്ങള് ഇപ്പൊ എത്ര വർഷമായിട്ട് ഇപ്പോ ഞാനൊരു എനിക്കിപ്പോ 67 വയസ്സായി. 67 വയസ്സായിരുന്നു. ഞാനൊരു 10-45 കൊല്ലം ഞാൻ അതിന്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. 22 വയസ്സിലാണ് ഞാൻ മാണിക്കാരനായത്. രാമംഗലത്ത് വെച്ചിട്ടാണ് ഞാനൊരു മാണിക്കാരനായി മാറി. കീഴുട്ടൽപ്പിൽ ദേവുണ്ണി എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ മാണിക്കാരനായിട്ട് ഇതിന്റെ അരങ്ങേറ്റം. പിന്നെ അവിടുന്ന് ഇങ്ങനെ ആശാന്മാരുടെ കൂടെ പഠിച്ചു. തോളൂര് ശങ്കുരു എന്ന് പറഞ്ഞ ആളുടെ ഇന്ന് പഠിച്ചു. പിന്നെ വേലൂര് വാസു എന്ന് പറയും ആളുടെ കൂടെ നടന്നു പഠിച്ചു. പിന്നെ ഇവരൊക്കെ കാലം ചെയ്തു പോയി. മലവാഴട്ടത്തിന് മാത്രമാണ് പോവാറ്? മലവാഴട്ടത്തിന് മാത്രമാണ്? അല്ല, മലവാഴട്ടത്തിന് തന്നെയല്ല, ഞാൻ കൊട്ടാനൊക്കെ പോവും, കരിങ്കളി കെട്ടാൻ പോവും. പിന്നെ മറ്റേ താണ്ഡവൊക്കെ ഉണ്ടായിരുന്നു, പണ്ടത്തെ താണ്ഡവത്തിലൊക്കെ പോയിരുന്ന ഒരാളായിരുന്നു. ശ്രീവേഷം കടിഞ്ഞിരുന്ന ഒരാളാണ്. അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഈ തീക്കോലം കെട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീ കൊണ്ടൊക്കെ ഒരു